Hi friends, welcome to my channel. ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു എഗ്ഗ് കൊണ്ടുള്ള റെസിപ്പിയാണ്. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാം. അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസുകൾ ഇടുമ്പോൾ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ ഇവിടെ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. മുട്ട ഒന്ന് പൊരിച്ചെടുത്ത് ഈ രൂപത്തിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4 വെളുത്തുള്ളി, 2 തക്കാളി എന്നിവയെല്ലാം ഒന്ന് വേവിച്ചെടുക്കുക. തിളച്ചതിന് ശേഷം തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ഇട്ട് ഒരു 5 മിനിറ്റ് നേരം വേവിച്ചെടുക്കുക. വേവിച്ച് വെച്ച തക്കാളി എല്ലാം മിക്സിയിൽ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെക്കാം. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 3 ഏലക്ക, 4 കറാമ്പു, 2 ചെറിയ കഷ്ണം പട്ട എന്നിവ ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ 2 സവാള, സവാള ഒന്ന് നന്നായി വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ചെറുതായി മുറിച്ച 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവാള നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ച തക്കാളി ചേർക്കാം. ഇത് നന്നായി വഴറ്റി കൊടുക്കുക. ഇപ്പോൾ തക്കാളി നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി തീയൊന്ന് കുറച്ച് വെച്ചതിന് ശേഷം 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഇതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവയെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിക്കുക. വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ആവശ്യമായ ഉപ്പിടാം. ഇതിലേക്ക് നമുക്ക് മുട്ടയിടാം. ഈ മുട്ടയും മസാലയും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഈ മുട്ടയിലേക്ക് മസാല നന്നായിട്ട് പിടിക്കാൻ 1 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം. മുട്ടയിലേക്ക് നന്നായി മസാല എല്ലാം പിടിച്ചിട്ടുണ്ട്. നമ്മുടെ എഗ് റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കണോടും ക്ലിക്ക് ചെയ്യുക. ഇനിയൊരു പുതിയ റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക് യു.